കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ എന്ത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഈ ഏത് സർക്കാരുകളാണെങ്കിലും ഈർക്കൽ പാർട്ടികളുടെ മന്ത്രിമാരെ ചുമക്കേണ്ട ഗതികേടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒഴിവായി കിട്ടുക. ഈ താനീ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ കേരളം ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നതും CPM ആയിരിക്കും. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. മാത്രമല്ല, കോൺഗ്രസിന് മലബാറിൽ നിന്ന് ഒറ്റ സീറ്റും കിട്ടാനും സാധ്യതയില്ല. എറണാകുളം, തൃശ്ശൂർ, അതുപോലെ ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് കോൺഗ്രസിന് പ്രധാനമായിട്ട് സീറ്റുകൾ ലഭിക്കാൻ സാധ്യത. മലപ്പുറത്ത് നിന്നും ലീഗിനും കുറച്ച് സീറ്റുകൾ നേടാൻ കഴിയും. ഇനി മറ്റൊരു പാർട്ടി, അതായത് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് സീറ്റുകൾ നേടാൻ പറ്റുന്ന മറ്റൊരു പാർട്ടി നോക്കുകയാണെങ്കിൽ അത് BJP ആണ്. തൃശ്ശൂർ, കാസർഗോഡ്, അതുപോലെ പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് MLA മാരെ സൃഷ്ടിക്കാൻ BJPക്ക് എന്തായാലും കുറച്ച് സാധ്യതയുണ്ട്. വേറെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ട് MLA മാരെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കുള്ള ശക്തി നോക്കിയാൽ CPM-ഉം മറ്റ് പാർട്ടികളും തമ്മിലുള്ള ദൂരം വളരെ വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും.